അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ബൈൻഡിങ്ങാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവഴി നമുക്ക് വൈദ്യുതി ഉൽപ്പാദനമാണ്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഗ്രൈൻഡറിൻ്റെ മോട്ടറാണ്. ഗ്രൈൻഡറിൻ്റെ മോട്ടറിലെ നമ്മുടെ ആർമേച്ചറിന് പകരമായിട്ട് നമ്മൾ മാഗ്നറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബൈൻഡിങ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആർമേച്ചർ സ്വന്തമായിട്ട് തന്നെ പച്ചിരുമ്പിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാന്തം വെച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളിയാണ്. ഇത് PVC പൈപ്പ് ചെയ്യുകയാണ്. നടുക്ക് തടി വരുന്ന രീതി അങ്ങനെ സെറ്റ് ചെയ്യാണ്. നമ്മുടെ സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പുറം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കപ്പാസിറ്റർ വരുന്നുണ്ട്, കറണ്ട് കണ്ടിന്യൂസ് വരാനായിട്ട്. പിന്നെ വരുന്നത് എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കപ്പാസിറ്റർ എന്നൊരു കണക്ഷൻ, അത് നേരെ ഇവിടെ ഇട്ട് വരുവാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നേരെ പിന്നെ ഇങ്ങോട്ടാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീല് അത് ഇത് ബന്ധിപ്പിക്കുന്നതാണ്. ബന്ധിപ്പിച്ച് ഇത് കറങ്ങുമ്പം അത് കറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിളിൻ്റെ ട്യൂബിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നമ്മൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കറങ്ങാനുള്ളതാണ്. ഗ്രിപ്പ് കിട്ടും ഇങ്ങനെ കറങ്ങുമ്പം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നേരെ കറണ്ട് ഇവിടേക്ക് വരും. നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ട്യൂബ് ലൈറ്റാണ്. ട്യൂബ് ലൈറ്റ് എന്ന് വെച്ചാൽ 20 വാട്ട്സിൻ്റെ ട്യൂബ് ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന പ്ലഗ് ഉപയോഗിച്ചിരിക്കുകയാണ് സേഫ്റ്റിക്ക് വേണ്ടി. അപ്പം നമ്മൾ ജസ്റ്റ് കാണിക്കുന്നതാണ്. നമ്മൾ ആദ്യമേ ഇത് കൊടുത്ത് ശേഷം നമ്മൾ പൈപ്പ് കറക്കി സ്പീഡ് കൂട്ടും. സ്പീഡാണ് നമ്മുടെ ട്യൂബ് ലൈറ്റ് അങ്ങോട്ട് തിരിച്ചു വെക്കണം. അതങ്ങനെ ഇരിക്കും. ഓക്കെ, ട്യൂബ് ലൈറ്റ് ഇരിക്കുകയാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുക. ട്യൂബ് ലൈറ്റ് മിന്നി തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അത് വരണമെങ്കിൽ നമ്മൾ കുറച്ചധികം കറങ്ങണം. കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അതങ്ങനെ കുറച്ചധികം നിന്നോളൂ. നല്ല വെട്ടമുണ്ട്, ട്യൂബ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിന്നെന്ന് വെച്ചാൽ അത്രയും കറണ്ട് നമുക്ക് ഒരു മീഡിയം ലെവലിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിപ്പോൾ ഇവിടെ വെള്ളമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങാനാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് ഉപയോഗപ്പെടുന്ന തോടിൻ്റെ കരയ്ക്കുള്ളവർക്കൊക്കെയാണ്, ആറിൻ്റെ കരയ്ക്കുള്ളവർക്കാണ്. ഇത് കോസ്റ്റ് കുറച്ച രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇതിലൂടെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത് അടുത്തുള്ളവർക്കൊക്കെ വരുമാനം ഉണ്ടാക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഇലക്ട്രിക്കൽ ബൈൻഡിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒരുവിധം ആൾക്കാർക്കും തീരപ്രദേശം അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതിലൂടെ വരുമാനമാവുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.